ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് സ്ഥിരമായിക്കൊണ്ട് FC ബാഴ്സലോണയോട് പരാജയപ്പെടാനാണ് റയൽ മാഡ്രിഡിന്റെ വിധി. പറയാൻ കാരണം അവസാനമായി കളിച്ച 6 മത്സരങ്ങളിൽ 5ലും റയൽ മാഡ്രിഡ് തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 3 കിരീടങ്ങളാണ് സമീപകാലത്ത് ബാഴ്സയോട് പരാജയപ്പെട്ടുകൊണ്ട് റയലിന് അടിയറവ് വെക്കേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ പൊതുവായ ഒരു ഘടകം നമുക്ക് കാണാൻ കഴിയും. അത് മറ്റാരുമല്ല, ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ തന്നെയാണ്. റയലിനെതിരെ എപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ റാഫീഞ്ഞയ്ക്ക് സാധിക്കുന്നു. കഴിഞ്ഞ സീസണിൽ റയലിനെതിരെ കളിച്ച 4 മത്സരങ്ങളിൽ നിന്ന് 8 ഗോൾ പങ്കാളിത്തങ്ങൾ റാഫീഞ്ഞ വഹിച്ചിരുന്നു. അവിടെ നിന്നും വീണ്ടും ആരംഭിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ മത്സരത്തിൽ 2 ഗോളുകൾ അദ്ദേഹം നേടി എന്നുള്ളതാണ്. ആദ്യത്തെ ഗോൾ വന്ന വഴി നോക്കുക. ഒരു ഗോൾഡൻ ചാൻസ് റാഫീഞ്ഞയ്ക്ക് ലഭിക്കുന്നു, അത് അദ്ദേഹം പാഴാക്കുന്നു. പക്ഷെ അതിന് തൊട്ടു പിന്നാലെയാണ് റാഫീഞ്ഞ ഒരു കിടിലൻ ഗോൾ നേടുന്നത്. ഇതേക്കുറിച്ച് ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് സംസാരിച്ചിട്ടുണ്ട്. അതായത് റാഫീഞ്ഞയുടെ ഒരു മെന്റാലിറ്റി അത് വേറെ ലെവലാണ്. അത് ടീമിന് വളരെയധികം സഹായകരമാകുന്നു. അദ്ദേഹം ഉള്ളത് തന്നെ ടീമിനകത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റാഫീഞ്ഞയുടെ മെന്റാലിറ്റി തികച്ചും അവിശ്വസനീയമാണ്. അദ്ദേഹം ടീമിനകത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് സമാനതകൾ ഇല്ലാത്തതാണ്. മത്സരത്തിൽ നല്ല ഒരു ഗോൾ അവസരം അദ്ദേഹത്തിന് ലഭിച്ചു, അത് അദ്ദേഹം പാഴാക്കി. പക്ഷെ അതുകൊണ്ട് തളരാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ ഗോൾ നേടിക്കൊണ്ട് ടീമിന് കൂടുതൽ കോൺഫിഡൻസ് നൽകി. അതാണ് അദ്ദേഹത്തിന്റെ ഒരു മെന്റാലിറ്റി. ടീമിനെ വളരെയധികം ഇന്റൻസിറ്റിയും ഷാർപ്പ്നെസ്സും പകർന്നു നൽകാൻ ഈ താരത്തിന് സാധിക്കുന്നു. ഇതാണ് ബ്രസീലിയൻ താരത്തെക്കുറിച്ച് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇന്നലത്തെ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് റാഫീഞ്ഞ തന്നെയാണ്. 2 ഗോളുകളായിരുന്നു അദ്ദേഹം നേടിയിരുന്നത്. കഴിഞ്ഞ സീസണിൽ നടത്തിയ ആ ഒരു പ്രകടനം അത് ഈ സീസണിലും റാഫീഞ്ഞ ഇപ്പോൾ ആവർത്തിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.